ഹായ്, ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകും നമ്മുടെ iOS 26 ബീറ്റ പ്രോഗ്രാം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാറണ്ടി നഷ്ടമാകുമോ, അല്ലെങ്കിൽ ആപ്പിൾ ഭാഗത്ത് സപ്പോർട്ട് കിട്ടുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഡെവലപ്പർ ബീറ്റ 5 ഒരു ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്റ്റേബിളാണ് വേർഷനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വേർഷൻ വരികയും ചെയ്യും. അപ്പം അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ iOS 18 ഫുൾ ഒന്ന് ബാക്കപ്പ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. ആപ്പിളിൻ്റെ ഭാഗത്ത് സപ്പോർട്ട് കിട്ടുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതേപോലെ തന്നെ എങ്ങനെ ഈ ഒരു ബീറ്റ പ്രോഗ്രാമിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാറണ്ടിയുടെ കാര്യം സംസാരിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് നമ്മുടെ ഫോണിൽ ഈ ഒരു ബീറ്റ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സഫാരി ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് ആപ്പിൾ ബീറ്റ പ്രോഗ്രാം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കാണുന്ന ഫസ്റ്റ് ലിങ്കിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആപ്പിൾ ബീറ്റ സോഫ്റ്റ്വെയർ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പേജിലേക്ക് വരും. അവിടെ നമുക്ക് ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് സൈനപ്പ് കൊടുക്കാം. ഞാനിപ്പോൾ സൈനപ്പ് കൊടുക്കുകയാണ്, ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും. സൈനപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആപ്പിൾ ഐ ഡി ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. വേറെ ആപ്പിൾ ഐ ഡി ഉപയോഗിച്ചുവാണെങ്കിൽ സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഗൈഡ് ഫോർ ബീറ്റ പ്രോഗ്രാം ബീറ്റ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു പേജിലേക്ക് വരും. അവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ എൻറോൾ യുവർ iOS ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കൊരു ഒരു ലിങ്ക് പോലെ കാണാൻ പറ്റും, ബ്ലൂ കളറിൽ. അതിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് എൻറോൾ യുവർ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ബാക്കപ്പ് എടുക്കേണ്ട ആവശ്യകതകളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ടേൺ ഓൺ ബീറ്റ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ താഴെ ഒരു ബ്ലൂ കളറിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാം ഓപ്പൺ ബീറ്റ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ബ്ലൂ ലിങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോകും. അവിടെ നമുക്ക് ബീറ്റ അപ്ഡേറ്റ്സ് ഓപ്പൺ ആയിട്ട് വരും. എൻ്റെ iPhone 12 miniയിൽ ഏകദേശം ഒരു 9GB മുകളിലാണ് അപ്ഡേറ്റിൻ്റെ ഒരു സൈസ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ബീറ്റ അപ്ഡേറ്റ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രൈമറി ഡിവൈസിലൊക്കെയാണ് ഈ ഒരു ബീറ്റ അപ്ഡേറ്റ് ചെയ്ത് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ബാക്കപ്പ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് iOS 18 ഡൗൺഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡേറ്റ മുഴുവൻ ലോസ് ആവുന്നതാണ്. സോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ബാക്കപ്പ് എടുത്തിട്ട് മാത്രം നിങ്ങൾ ചെയ്യാം. അപ്പം അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളിങ്ങനെ ഒരു അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരു സംശയമാണ്, ഇങ്ങനെ ഒരു ബീറ്റ പ്രോഗ്രാം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാറണ്ടി കിട്ടുമോ, അല്ലെങ്കിൽ വാറണ്ടി നമുക്ക് ആപ്പിളിൻ്റെ ഭാഗത്ത് സപ്പോർട്ട് കിട്ടാതിരിക്കുമോ, അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഭാഗത്ത് എല്ലാവരും സപ്പോർട്ടും കിട്ടും, നമ്മുടെ ഡിവൈസിൻ്റെ വാറണ്ടി പോകത്തില്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞതല്ല, ആപ്പിൾ സപ്പോർട്ടുമായിട്ട് ഞാൻ നടത്തിയ ചാറ്റാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. സോ അവിടെ ഞാൻ എൻ്റെ iPad A16 വാറണ്ടി ഉള്ളതുകൊണ്ട് അതിൽ ഞാൻ ബീറ്റ അപ്ഡേറ്റ് ചെയ്താൽ എൻ്റെ വാറണ്ടി വോയിഡ് ആവും ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ആപ്പിൾ സപ്പോർട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു മറുപടി, വാറണ്ടി പോകില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺഗ്രേഡ് ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. സോ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഭാഗത്ത് ഒരു സപ്പോർട്ടും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ ആപ്പിൾ സപ്പോർട്ടിൽ തന്നെ ഇന്ന് ചാറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ചത്. സോ അവിടെ നിന്ന് കിട്ടിയൊരു മറുപടി, നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം, ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പേടിച്ച് ആപ്പിളിൻ്റെ ഭാഗത്ത് സപ്പോർട്ട് കിട്ടില്ല എന്ന് പേടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. എൻ്റെ iPhone 13 ഞാൻ ബീറ്റ 1 മുതൽ ബീറ്റ 8 വരെ ചെയ്ത് നോക്കിയിരുന്നു. അപ്പം ബീറ്റ 8 ഒക്കെ ആയപ്പോഴത്തേന് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ടുണ്ട്, ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പ് ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്താണ് ഇപ്പം. അപ്പം അങ്ങനത്തുള്ള ലാഗോ കാര്യങ്ങളോ സ്റ്റട്ടറിങ്ങോ അങ്ങനെയൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്, വലിയ ബഗ്ഗുകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഒരു പബ്ലിക് ബീറ്റ 5 ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻ തന്നെയാണ് കിട്ടുക. ഒരു 10 ഡേയ്സിനുള്ളിൽ തന്നെ ഒരു ഒഫീഷ്യൽ വേർഷൻ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലിക്വിഡ് ഗ്ലാസ് ഡിസൈനൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ചെയ്ത് നോക്കാവുന്നതാണ്. യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ബാക്കപ്പ് മാത്രം ഒന്ന് എടുക്കുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, എനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചേക്കുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.